ഫോക്സി ഹിയർ. അപ്പോൾ ഇതാണ് N160. ഇത് 2022 ഇറങ്ങിയത് ഈ വണ്ടി. 2 വർഷമായ വണ്ടിക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാം ഗൈസ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്കാണ് ഗൈസ്. 160, അതായത് ഈ സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്കാണ് ഇവർ ബജാജ് ഇറക്കിയിരിക്കുന്നത്. നല്ല രീതിയിൽ കുക്ക് ചെയ്താണ് ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ് കണ്ട് ചിലർ പറയും MDയുടെ കോപ്പിയാണെന്ന്. പക്ഷേ നിങ്ങൾക്ക് അടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിനൊരു ഹെഡ്ലൈറ്റ് ഉണ്ട്. MDക്ക് ഒരു ഹെഡ്ലൈറ്റും DR മാത്രം ഇങ്ങനെ മറ്റേ അത് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു വേറെ രീതിയിൽ ലുക്കാണ്. രണ്ട് രീതിയിലുള്ള ലുക്കാണ്. നോക്കിയാൽ മനസ്സിലാവും നല്ലോണം. 2 DR ഇതിൻ്റെ ഈ DR നല്ല ബ്രൈറ്റാണ് ഗൈസ്, നല്ല ബ്രൈറ്റാണ്. ഈ സാധനത്തിന് ഹെഡ്ലൈറ്റ് പ്രത്യേക സ്വിച്ച് ഉണ്ട്. ഈ DR ഇടുമ്പോൾ തന്നെ അത്യാവശ്യം രാത്രി കിട്ടുമ്പം അത്യാവശ്യം കുറച്ച് പേര് നല്ല രീതിയിൽ കാണാൻ പറ്റും. നല്ല വെട്ടമാണ് ഈ DR. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എൻ്റെ പൊന്നോ, നിങ്ങൾ മിക്ക സ്ഥലത്തും കേട്ടിട്ടുണ്ടായിരിക്കും, മിക്ക സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കും. N160 ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞത് എൻ്റെ പൊന്നോ, നോ കോമ്പറ്റീഷൻ വാട്സ് എവർ. വണ്ടി പോട്ടെ ഗൈസ്. ഓക്കെ, സത്യമായിട്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വയ്ക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്നേ പറഞ്ഞാൽ ഒരു ബൈക്കിൽ ഇത്ര അടിപൊളി ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇതിനേക്കാളും ബ്രൈറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ഉള്ള വണ്ടിയുണ്ട്, പക്ഷേ ഇത്രയും വിഷയം ഹെഡ്ലൈറ്റ് വേറെ വണ്ടിക്കില്ല. ഇതൊക്കെ ബ്രൈറ്റ് ആക്കുമ്പോൾ നമ്മളിതിനെ ഈ വണ്ടിയുടെ ഓണർ ഇത് മേടിച്ചിട്ട് നമ്മൾ കളിയാക്കുന്നതാണ്. ഇത് സൂര്യനാണ്, കാരണം രാത്രി ആവണമെങ്കിൽ ഇത് ഓണാക്കി രാവിലെ ആവാന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്, ഏറ്റവും മെയിൻ ഹൈലൈറ്റ്, അതായത് ഇതിൻ്റെ ഹാർട്ട്, ഇതിൻ്റെ എൻജിൻ. DTSI ട്വിൻ സ്പാർക്ക് എഞ്ചിനാണ്. DTSI എന്ന് വെച്ചാൽ ഡിജിറ്റൽ ട്വിൻ സ്പാർക്ക് എഞ്ചിനാണിത്. 162 cc ആണ് ഗൈസ്. കറക്റ്റ് ഇത് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഇതിനകത്ത് വരുന്നത് എഞ്ചിനെ കുറിച്ച് ബാക്കി ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുമ്പ് ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. ഇത് ആ സമയത്ത്, അതായത് 2022 N160 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം 2 വേരിയൻ്റ് ഉണ്ടായിരുന്നു, സിംഗിൾ ചാനൽ ABSും ഡുവൽ ചാനൽ ABSും. അപ്പോഴത്തെ ടോപ്പ് വേരിയൻ്റ് ആയിരുന്നു ഡുവൽ ചാനൽ ABS. അതാണ് ഈ ഇരിക്കുന്നത്. ഇത് ഫുൾ ബ്ലാക്ക്. അന്ന് ടോപ്പ് വേരിയൻറ്റ് മാത്രമായിരുന്നു ഫുൾ ബ്ലാക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ടോപ്പ് വേരിയൻ്റ് ഒന്നും ഇല്ല, ഇപ്പോൾ എല്ലാം ഡുവൽ ചാനൽ ABS ഉള്ള മോഡൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ പറയാനുള്ളത് ഇതിൻ്റെ ഫുള്ള് ലൈറ്റും LED ആണ്. ഇതിൻ്റെ ഫുൾ ലൈറ്റ് LED ആണ്. പക്ഷേ സ്റ്റോക്കിൽ LED അല്ലായിരുന്നു. ഇത് മേടിച്ച ടൈം ഇപ്പോഴും N160ക്ക് LED ഇൻഡിക്കേറ്റേഴ്സൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് N250ക്ക് മാത്രം LEDയും N160ക്ക് ഹാലജൻ വരുന്നുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റത്തെ ജനറേഷനും ഇപ്പോഴത്തെ തമ്മിലുള്ളൊരു മാസീവ് ഡിഫറൻസ് ആണ്. അപ്സൈഡ് ഡൗൺ ഫോർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് പഴയതാണ്. ഇപ്പോഴും സാധാ ഫോർക്കുള്ളത് കിട്ടുന്നുണ്ട്, അത് തീരും വരെ മിക്കവാറും കിട്ടുമായിരിക്കും. ഡുവൽ ചാനൽ ABS ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, ലീഗലായിട്ടുള്ള കുറച്ച് ചെറിയ മോഡിഫിക്കേഷൻ. ലൈക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാർ മാറ്റിയിട്ടുണ്ട്. ബാക്ക് ടെയിൽ ടേഡി കട്ട് ചെയ്തിട്ട്, പക്ഷേ ലീഗലായിട്ടുള്ള ടെയിൽ ടേഡി തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഫുള്ള് ഇൻഡിക്കേറ്ററും LED ആക്കിയിട്ടുണ്ട്. കാരണം എന്താ, മറ്റത് ഹാലജൻ കാണാൻ കൊള്ളതില്ല. പിന്നെ എന്താ, ഇത് കാണുന്ന ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ LED മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാം. അത് തന്നെയാണ്, കാണാനും ബെറ്റർ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്പീഡും കൂടിയിട്ടുണ്ട്. നോക്കിയോ, ഇതിൻ്റെ LED വയ്ക്കുക, അല്ലേ സോറി ഇൻഡിക്കേറ്റർ വയ്ക്കുക. ഇത്രയും സ്പീഡ് ഇതിൻ്റെ സ്റ്റോക്കിനില്ല. കുറച്ചുകൂടെ പയ്യാണ് എത്തുന്നത്. ഇത് സ്പീഡുള്ളത്, ഇത് കാണാൻ നല്ല രസമാണ്. സ്പീഡുള്ളതാണ് കാണാൻ നല്ല രസം, സീരിയസ്ലി പറയാമല്ലേ. പിന്നെ നമുക്ക് ബാക്കിലോട്ട് പോവാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം LED മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇൻഡിക്കേറ്റർ LED ആണ്. പിന്നെ ഇവിടുത്തെ സാധനം ഹാലജൻ ആയിരുന്നു, അത് മാറ്റി ഇതിനകത്ത് LED. ഇവിടെ ലൈറ്റ് ഉള്ളതാണെന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ബോഡി നമ്പർ ലൈറ്റ് ഇല്ലാത്തതല്ല, ലൈറ്റ് ഉള്ളതാണ്. അത് 3 LED ഉള്ളതാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് വന്നിരിക്കുന്ന ഒരു സ്പ്ലിറ്റ് സീറ്റ് ഡിസൈനാണ്. ഗ്രാബറിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇത് കുറച്ച് സ്പോട്ടി ആയിട്ടുള്ള രീതിയിലാണ് ഗ്രാബറിയിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടാങ്ക് മെറ്റലാണ് ഗൈസ്, മെറ്റൽ ടാങ്കാണ് ഇതിൻ്റെ. അപ്പം നിങ്ങൾക്ക് മെറ്റൽ ടാങ്ക് വയ്ക്കുന്ന ബാഗൊക്കെ ഇതിനകത്ത് വയ്ക്കാൻ പറ്റും. ഇത് ഒരു 14 ലിറ്ററിൻ്റെ ടാങ്കാണ് ഗൈസ്. നോക്കിയാൽ ഈ ടാങ്ക് അവള് വരുന്നു. പിന്നെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള പ്ലേസ്മെൻ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വയ്ക്കുന്നത് വയർ ഇവിടെ നിന്ന് പറഞ്ഞാൽ ബെറ്റർ. പിന്നെ പോക്കറ്റ് വെച്ച് ചാർജ് ചെയ്യാൻ നോക്കി ഇവിടെ നിന്ന് ആകുമ്പോൾ പോക്കറ്റിൻ്റെ അടുത്ത് പെട്ടെന്ന് എത്തും. ഇതാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിന് ലൈറ്റ് ഓണാക്കാൻ പറ്റും, അതും നല്ല കാര്യമാണ്. കാരണം എപ്പോഴും ലൈറ്റ് ഓണാക്കി കിടക്കുന്നത് എന്തോ ഒരു ബഡ്ജറ്റ് കട്ട് ചെയ്യാൻ നോക്കിയ കണക്ക് തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് എപ്പോഴും ലൈറ്റ് ഓണാക്കി കിടക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണിത്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി,
ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല. ഇത് പഴയതാണ് ഗൈസ്. ഇതിനകത്ത് വരുന്നത് ഒരു ടാക്കോമീറ്റർ വരുന്നുണ്ട്, അതൊരു ഫിസിക്കൽ ടാക്കോമീറ്റർ വരുന്നുണ്ട്. ഈ സാധനം കയറി വന്നിട്ട് ഗിയർ മാറുന്നത് ഒരു പ്രത്യേക സുഖമാണ് ഗൈസ്. ഞാൻ NSൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ സാധനമാണ് അതിനകത്ത് മിസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമായിട്ട് മിസ്സിങ് ആണ്. ഇപ്പോഴത്തെ N160ക്കും ഈ സാധനം ഇല്ല ഗൈസ്. ഇപ്പോഴത്തെ N160ക്ക് മറ്റേ ആ സെയിം മറ്റേ NSൽ കാണിച്ച പോലത്തെ അതേ സാധനമാണ്. ഇതിനകത്ത് ആണ്ട് ഇവിടെ സ്പീഡ് കാണിക്കും, ഇവിടെ ഓടോ കാണിക്കും, 20,000 കിലോമീറ്റർ ഓടിപ്പിച്ച് ഓടിയിട്ടുണ്ട്. സമയം, പെട്രോൾ കാണിക്കും, പെട്രോളൊന്നുമില്ല. ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ ഇവിടെ വാർണിംഗ് ലൈറ്റ്സ് ഉണ്ട്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, ബാറ്ററി, മറ്റേ ഓയിൽ പ്രഷർ, എൻജിൻ ലൈറ്റ്, വേറെ ഒന്നുമില്ലല്ലോ. ABSൻ്റെ ലൈറ്റ്, ഡുവൽ ചാനൽ ABSൻ്റെ ഉണ്ട്, പിന്നെ ന്യൂട്രൽ, പിന്നെ RPM ലിമിറ്റ് ലൈറ്റ്. ഇത്ര സാധനങ്ങളാണ് ഇതിനകത്ത് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലുള്ളത്. പിന്നെ ഇതാണ്ട് സ്വിച്ച്, LED ലൈറ്റിൻ്റെ സ്വിച്ച്, പിന്നെ സെൽഫ് സ്റ്റാർട്ട്, പിന്നെ ഇത് ഡിമ്മും ബ്രൈറ്റ് ആക്കുന്ന സ്വിച്ച്, ഒരു പാസ് ലൈറ്റ്, ഇതാണ് ഒരിതുണ്ട്, ഇൻഡിക്കേറ്റർ, ഹോണ്. പാസ് അടിക്കുമ്പം ലൈറ്റ് അടിച്ച് പോകും, കണ്ണടിച്ച് പോകുന്ന രീതിയിലുള്ള പാസ് ആയിട്ട്. വിഷയം ലൈറ്റാണ് കേസ്, വിഷയം ലൈറ്റാണ്. അതിനെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. വിഷയം ലൈറ്റാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെ, ഇതിൻ്റെ ലൈറ്റ് അടിപൊളിയാണ്. എല്ലാവരും കണ്ണ് വയ്ക്കുന്ന ലൈറ്റാണ് ഗൈസ്. മേടിച്ചതിൻ്റെ അന്നോട്ട് കണ്ണ് വയ്ക്കുന്ന ലൈറ്റാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഗൈസ്. ഇതിൽ സ്റ്റോക്ക് വന്നിരിക്കുന്നത് 130 സെക്ഷൻ ടയറാണ്. 130 തന്നെ. ഇപ്പോൾ ഇതിനകത്ത് 150 ഇട്ടിട്ടുണ്ട്. ഈ വലിയ ടയർ ഉണ്ടല്ലോ, കാണാൻ രസമുള്ളത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ടെയിൽ ടാടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഈ സാധനം കട്ട് ചെയ്തിട്ട് ഇവിടെ കയറ്റണം, അതായത് ലൈറ്റിൻ്റെ താഴെയായിട്ട് വയ്ക്കുന്നത് അതൊക്കെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇതും അതേപോലെ ആക്കുമെന്ന്. പക്ഷേ ഇത് നല്ല ചെറുതാണ്, ഈ ടെയിൽ ടാടി ചെറുതാണ്. പക്ഷേ മറ്റേതിനേക്കാളും എൻ്റെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. മറ്റേത് എനിക്കത്ര ഇഷ്ടമല്ല, പക്ഷേ അത് ഇഷ്ടമുള്ളവരുണ്ട്. അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പിന്നെ ഒരു ഹഗ്ഗറുണ്ട്. സസ്പെൻഷനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു മോണോഷോക്ക് സസ്പെൻഷനാണ്. ഈ സെഗ്മെൻറ്റിൽ അത്യാവശ്യം എല്ലാം വണ്ടിക്കും മോണോഷോക്ക് സസ്പെൻഷൻ തന്നെ വൈസ്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ്, ഇതിനോട് അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് പറഞ്ഞത്. സെഗ്മെൻറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ടിങ് എക്സോസ്റ്റ് ആണ് ഗൈസ്. ഇതിൻ്റെ സൗണ്ട് അടിപൊളിയാണ് കേൾക്കാൻ. പിന്നെ ഇതിൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ കോമ്പറ്റീഷൻ പറഞ്ഞത് നമ്മളെ RTR 164V ആണ്. അതിൻ്റെ സൗണ്ട് നൈസാണ്. ഇതിൻ്റെ സൗണ്ട് വേറെ ലെവലാണ്. അടിപൊളി സൗണ്ടാണ്. ഈ സെഗ്മെൻറ്റ് അടിപൊളി സൗണ്ട്. ഓട്ടിക്കാൻ നമുക്ക് നല്ല കോൺഫിഡൻസ് തരണം, നല്ല ഒരു ഫീലിംഗ് തരണം, ഫീഡ്ബാക്ക് തരണം ഇതിൽ സൗണ്ടാണ് ഗൈസ്. എൻ്റെ മുഖം നോക്കിയാൽ നല്ല വണ്ടി ഓടിക്കും. അതാണ് ഇതിൻ്റെ എക്സോസ്റ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളതാണ്. അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ്. ഇതിൻ്റെ ബാക്കിലോട്ട് വെളിയിലോട്ട് തള്ളിയിരിക്കുന്ന എക്സോസ്റ്റ് ഒന്നുമില്ല. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്, ചിലർക്ക് അത് ഇഷ്ടമല്ല. എല്ലാം പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. ഇതൊരു ഓയിൽ പ്ലസ് എയർ കൂൾഡ് എഞ്ചിനാണ്. ഇപ്പോഴത്തെ N160 ഓൺലി എയർ കൂൾഡ് എഞ്ചിനാണ് ഗൈസ്. അവർ ഇതിനകത്തുള്ള ഓയിൽ കൂളർ എടുത്ത് കളഞ്ഞ് ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നത് ഓയിൽ കൂളറാണ്. ഈ ഓയിൽ കൂളിങ് ഇപ്പോഴത്തേലില്ല, ഇത് പഴയതിൽ മാത്രമേ ഓയിൽ കൂളിംഗ് ഉള്ളൂ. അതിപ്പോൾ അവരെടുത്ത് മാറ്റി. അവർ പറയുന്നത് ഈ ഒരു 160cc വണ്ടിക്ക് ഓയിൽ കൂളിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാണ്. അത്രയും ചൂടാവണ സാധനം അല്ലെന്നാണ് അവരൊരിത്. ഓക്കെ, അവർക്ക് നമ്മളെക്കാളും വിവരം ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഗ്രമിക്കയുടെ കാലിപ്പർ ഫ്രണ്ടും ബാക്കും ഗ്രമിക്ക കാലിപ്പർ തന്നെയാണ്. ഡുവൽ ചാനൽ ABS നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇത് എത്ര MM-ൻ്റെ ട്രസ്ക് റോട്ടറാണെന്ന് ഞാൻ മറന്നുപോയി, അത് ഞാൻ അവിടെ അടിച്ചിട്ടിരിക്കാം ഗൈസ്. പിന്നെ അലോവി ടയറാണ് വരുന്നത് ഓബിയസ്ലി. പിന്നെ അതേപോലെ ഇതിൻ്റെ എൻജിൻ പോലെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഗിയർ ബോക്സ്. ഇതിൻ്റെ ഗിയർ ബോക്സ് നല്ല ക്രിസ്പ് ഗിയർ ബോക്സാണ്. ഇതിന് പിന്നെ വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഗിയർ ഷിഫ്റ്റിൻ്റെ ആവശ്യം വലുതായിട്ട് വരണമില്ല. ഇതിനകത്ത് തേർഡ് ഗിയർ ഇട്ടവർ നല്ല സെക്കൻഡ് ഗിയർ ഇട്ടവർ ഇതിനകത്ത് സോറി മാറിപ്പോയി 4th 5th ഗിയർ ഇട്ടവർ ഇതിനകത്ത് നല്ല സ്ലോയിൽ നോക്ക് വരാതെ ഓടിക്കാൻ കഴിയുന്നത്. അത്യാവശ്യം എന്താ 5th ഗിയറിൽ 30 അടുപ്പിച്ചൊക്കെ പോയാലും ഒരു ഇതും ഇതിനകത്ത് വരുന്നില്ല. അതായത് ഒരു രീതിയിൽ നോക്ക് ഈ വണ്ടി വരുന്നില്ല. അമ്മാതിരി റിഫൈൻഡ് ഗിയർ ബോക്സാണ് ഇതിൻ്റെത്. നിങ്ങൾക്ക് സിറ്റിയിലൊക്കെ ഓടിക്കണമെങ്കിൽ ഗിയർ മാറ്റണമെന്നുള്ളൊരു ഇതേ വേണ്ട, ചുമ്മാ അങ്ങ് പോവുക. അമ്മാതിരി ഗിയർ ബോക്സാണ് ഇതിൻ്റെ. പക്ഷേ അതേപോലെ ആയിട്ടും ഇതിൻ്റെ ഗിയർ മാറ്റാൻ അടിപൊളിയാണ്. അതായത് ഈ വണ്ടി നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ഗിയർ മാറി ഓടിക്കാൻ നമുക്ക് തോന്നും. ആ രീതിയിലാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നൈസാണ് ഗൈസ്. നൈസാന്ന് വെച്ചാൽ എന്തോ ഞാൻ ഇതുവരെ ഓടിച്ചിട്ടുള്ളതിൽ എനിക്ക് ഗിയർ മാറ്റൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്. ഇത് മാറാൻ നമ്മൾ നല്ല രീതിയിൽ ഇത് ചെയ്യും എന്ന് വെച്ചാൽ മാറാൻ തോന്നിക്കും, പക്ഷെ നമുക്ക് മാറേണ്ട ആവശ്യമില്ല. അതായത് രണ്ടിൻ്റെയും കൂടെ ഒരു സങ്കര എന്നൊന്നും വേണമെങ്കിൽ പറയാം. അമ്മാതിരി സാധനമാണ്, നൈസാണിത്.
അതായത് നല്ല ക്രിസ്പ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് ഇതിൻ്റെ ഇങ്ങനെ തട്ടിയിടുമ്പോൾ ഓരോ ഗിയറിൻ്റെ ഫീഡ്ബാക്ക് നൈസാണ്. ഇതുവരെ ഇതിനകത്ത് ഫാൾസ് ന്യൂട്രൊന്നും അടിച്ചിട്ടില്ല. അടിച്ചിട്ടുണ്ടോ? ഫാൾസ് ന്യൂട്രൽ അടിച്ചിട്ടുണ്ട്. എനിക്കിതിനകത്ത് ഫാൾസ് ന്യൂട്രൽ അടിച്ചിട്ടില്ല. പക്ഷേ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാമറാമാനിക്ക് ഫാൾസ് ന്യൂട്രൽ അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം ഫാൾസ് ന്യൂട്രൽ അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കൊന്നും മറ്റേ കോമൺ ആയിട്ടൊന്നും അടിക്കുന്നത് ഭയങ്കര കോമണൊന്നുമല്ല. ഈ സെഗ്മെൻറ്റ് എനിക്കൊന്നും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഗിയർ ബോക്സ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഗിയർ ബോക്സ് ആണ് ഇതിൻ്റെത്. ഗൈസ്, ഈ സാധനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഇത് ഒരു പോയിന്റ് വരെ വെട്ടമേ ഇല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് പ്രൊജക്ഷൻ ഹെഡ്ലൈറ്റിൻ്റെ പ്രത്യേകത. ഇത് രാത്രിയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കും, ഒരു ചെറിയ രീതിയിൽ പ്രാക്ടിക്കലി കാണിക്കുന്നേ ഉള്ളൂ. ഒരു വര കണക്കാണ്. ഇപ്പോൾ കണ്ടോ, നല്ല വെട്ടമില്ല. അതുകൊണ്ട് ഇത് നമ്മളെതിരെ പറഞ്ഞവർക്കും ബെറ്ററാണ്. ഇതിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. നോക്കൂ ലൈറ്റ് ഓഫ് ആയി കണ്ട MD കണ്ടുപിടി. ഇതൊക്കെ പാസ്സറാകുമ്പോൾ കണ്ണടിച്ചു ഗൈസ്. ക്യാമറ അടിച്ചു. പിന്നെ ഇതിൻ്റെ DRL ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ DRL ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ഇത്ര ആക്കിയിട്ടുണ്ട്. ഇത് കാണാൻ ബെറ്ററാണ്. ഇതിൻ്റെ സ്റ്റോക്കിനെക്കാളും ബെറ്ററാണ് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. ചിലർ കണ്ണ് കണക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് വന്നത്. ഇതിൽ ഇന്നൊരു മോഡിഫിക്കേഷൻ നൈസായിരിക്കും. ലൈക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മറ്റേ ലൈറ്റ് ഇങ്ങനെ ആനിമേറ്റ് ചെയ്യണ രീതിയിൽ ലൈറ്റ് ഒന്ന് വീണ രീതിയിലൊക്കെ ചെയ്യുന്നത് നൈസായിരിക്കും. പക്ഷേ ബഡ്ജറ്റ് പുറകെ നിൽക്കുന്നതുകൊണ്ട് ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ ഗൈസ്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഇവിടെ ക്യാപ്ചർ ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാം ഗൈസ്. കിൽസ് കാണാതെ ലൗഡാണ് ഗൈസ്. നല്ല ലൗഡ് എഞ്ചിനാണ് ഗൈസ്. എക്സോസ്റ്റ് നല്ല ലൗഡാണ്. നല്ല ബാസി ആയിട്ടുള്ള എക്സോസ്റ്റാണ് ഗൈസ്. കേട്ടോ ഗൈസ്, ഇതിൻ്റെ നല്ല ബാസി ആയിട്ടുള്ള എക്സോസ്റ്റാണ്. കേൾക്കാൻ അടിപൊളിയാണ്. ഓടിക്കാൻ നിർത്തിയാക്കാൻ നൈസ് എക്സോസ്റ്റാണ് ഗൈസ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ വരുന്നത് ഇത് എന്താ പറയുക, അത്യാവശ്യം ഇതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അപ്രൈറ്റായിട്ടിരിക്കുന്നത്. അത് ഈ കാലിരിക്കുന്നത് കുറച്ചൊരു സ്പോർട്ടി സ്റ്റൈലാണ് ഗൈസ്. ഇതിൻ്റെ ഫുഡ് ബാക്ക് വരുന്നത് നമ്മുടെ നേരെ താഴെയായിട്ടാണ്. ഫ്രണ്ടിലോട്ട് വല്ല വരുന്നത്, ബാക്കിലോട്ട് വല്ല വരുന്നത്. അത്യാവശ്യം അപ്പം ലോങ് റൈഡ് ചെയ്യാൻ നല്ലൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. കൈ ഫോർവേഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പക്ഷേ ഒറിജിനൽ ഹാൻഡിൽ ബാർ അല്ല ഇത് മാറ്റിയതാണ്. ഒറിജിനൽ ഹാൻഡിൽ ബാർ ഏകദേശം ഈ പൊസിഷനിലാണ് വരുന്നത്. കുറച്ച് ബാക്കിലോട്ട് ഇങ്ങനെ കുറച്ച് താഴ്ന്നിരിക്കുന്ന പൊസിഷനാണ് വരുന്നത്. അതും റൈഡിങ് കംഫർട്ടിന് വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നത് ഹാൻഡിൽ ബാർ ഡിസൈൻ ചെയ്തത് മറ്റേ ക്ലിപ്പ് കൊണ്ട് അവർ ഫീൽ കിട്ടാനുള്ള രീതിയിലാണ് അതിരിക്കുന്നത്. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇത് മാറ്റിയതാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ച് ബെറ്റർ. ഇരിക്കാനായാലും ഓട്ടിക്കാനും കുറച്ച് ബെറ്റർ ഇതാണ്. കുറച്ചൊന്ന് അപ്പാവുന്ന സംശയമുണ്ട്, പക്ഷേ നൈസാണ്. നല്ല റൈഡിങ് കംഫർട്ട് ഇതാണ് എൻ്റെ ഇഷ്ടം. ഇരിക്കാൻ നൈസാണ്. ബാക്കിലിരിക്കണമെങ്കിൽ കാണിച്ചു തരാം. എനിക്ക് ഹൈറ്റ് കുറവാണ്. ഇരിക്കാൻ അങ്ങനെ ഉണ്ട് ബാക്കിൽ. റൈഡിനാണ് ഗൈസ്. അപ്പോൾ ശരിയെന്നാ നമ്മളിനി പോകണം. ഓക്കെ, ഇനി ഇവിടെ നിൽക്കണ്ട. ഒരാൾ ഇരിക്കുമ്പം ഇങ്ങനെയാണ്, ഇത്ര പൊക്കത്തിൽ ഇരിക്കും. എന്നെക്കാളും പൊക്കത്തിയുണ്ട് ഇപ്പം. എന്നെക്കാളും പൊക്കം കുറവാണ് ഗൈസ്. അപ്പോൾ ഇപ്പം ഈ പൊക്കം ഉണ്ട്. അപ്പം എന്നെക്കാളും പൊക്കമുള്ള ആളാണെങ്കിൽ എന്നെക്കാളും പൊക്കം മതി. ബൈക്കിലെ പോലെ നല്ല ടൈറ്റ് ചെയ്ത മോണോഷോക്കായിരുന്നെങ്കിൽ പൊങ്ങിയിരുന്നെ. അത് ശരിയാണ്. പിന്നെ ഇത് പക്ഷെ ഭയങ്കര പൊക്കമല്ല കേട്ടോ. അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിലെ പൊക്കമുള്ളൂ. കംഫർട്ട് വീട്ടുകാരെയൊക്കെ വെച്ചുകൊണ്ട് പോകാൻ അത്യാവശ്യം നല്ല രീതിയിൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പൊക്കമുള്ള വൺ സൈഡ് ഇരിക്കുകയാണ്. വേണമെങ്കിൽ ഇരുത്താം. സാരികാടെന്ന് ഇളകി കളയില്ലേ കൈ, സാരികാട് ഇളക്കി കളഞ്ഞാൽ അറിയാമല്ലോ. അപ്പം അപ്പോൾ ഇതാണ് ഇതിൻ്റെ പില്ലിയൻ സീറ്റ് വരുന്നത്. അത്രയാണ് ഗൈസ്. ഈ മിററിനെ പറ്റി പറയാനാണെങ്കിൽ മിറർ നല്ല പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗൈസ്. ഇതിൻ്റെ ഇത്രേ ഭാഗത്തിന് അടുപ്പിച്ച് നമ്മൾ ആ ഷോൾഡർ വരത്തുള്ളൂ. ബാക്കി ഇത്രേ ഭാഗം നമുക്ക് നല്ലോണം ബാക്ക് വ്യൂ കാണാൻ പറ്റുന്ന ഇതിലാണ് മിറർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മിറർ മാറ്റി ഡോമിൻ്റെ മിറർ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഇതുവരെ ചെയ്തിട്ടില്ല അതിനകത്ത്. പക്ഷേ ഈ മിറർ കൊള്ളാം ഗൈസ്, നൈസ് മിററാണ്, പ്രാക്ടിക്കലാണ്. ഓക്കെ, ഓണറിനെ പരിചയപ്പെടാം ഗൈസ്. ഓണറിൻ്റെ ബാക്കാണ് ഒരു നമ്മുടെ അല്ലമീൻ എന്നറിയപ്പെടുന്ന മഹാ സൽസ്വഭാവിയാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി എന്താണ് പറയാനുള്ളത്? കൊള്ളാം, ഓട്ടിച്ച് കുഴപ്പമില്ല. സൗണ്ട് നൈസാണ്. സൗണ്ട് നൈസാണ്. മൈലേജ് ഉണ്ട്. ആവശ്യത്തിന് മൈലേജ് എത്ര?
നമുക്കൊരു ടയറൊക്കെ വല്ലതും എടുത്തിട്ട് ഒരു 50 കിട്ടും. ഞാൻ ടെസ്റ്റും ചെയ്തിട്ടില്ല. 45 അത്ര ഇഷ്ടം കഴിച്ചു ഇവിടെ തിരിഞ്ഞിരിക്കുന്നു. ഓട്ടിക്കാൻ നൈസാണ്. പിന്നെ എൻ്റെ ഇതിന് ഞാൻ എൻ്റെ മോഡിഫൈ ചെയ്ത് ഹാൻഡിൽ മാറ്റി അങ്ങനെ കുറച്ചിതൊക്കെ ചെയ്തിട്ട് ടയർ വലുതാക്കിയിട്ട് അപ്പോൾ എടുത്തിട്ട് എത്ര നാളാവും? 2 വർഷം ആവാറായി. ഈ മാസം ആകുമ്പോൾ 2 വർഷമായി. ഓക്കെ അത് തന്നെ. 2 വർഷമായി ഇതെടുത്തിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഓടിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്തെങ്കിലും? സൗണ്ട് പിന്നെ ഇതുണ്ട്, ഫീലുണ്ട് ഓട്ടിക്കുമ്പോൾ. റൈഡിങ് എക്സ്പീരിയൻസ്, പിന്നെ മൈലേജും കുഴപ്പമില്ല. മൈലേജും ഉണ്ട്. പിന്നെ ലോ മെയിൻ്റെനൻസ് എഞ്ചിനാണ് ഗൈസ്. വലിയ പണി ഇതുവരെ വന്നിട്ടില്ല, കുറച്ച് പണി വന്നിട്ടുണ്ട്. പക്ഷേ എഞ്ചിനൊന്നും വലിയ പണിയൊന്നും വന്നിട്ടില്ല ഗൈസ്. എഞ്ചിനൊക്കെ പറ്റുന്നു, ഇതെല്ലാം സെറ്റാണ്. ബാക്കിയെല്ലാം സെറ്റാണ്. അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. സെറ്റാണ്. ഈ ലൈറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ലൈറ്റ് ഇത് ലൈറ്റ് ഇടണ്ട, ഡിമ്മിട്ട് തന്നെ പോയാൽ മതി. അത് തന്നെ നല്ല വെട്ടമുണ്ട്. അതാണ് എൻ്റെ ലൈറ്റിനെ പറ്റിയാണ് ഈ വണ്ടി എടുത്തപ്പോൾ തൊട്ട് എല്ലാവരും പറയുന്നതല്ലേ. ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. പറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ രാവിലെ ആവും. വേണമെങ്കിൽ വെറുതെ ഇടാം. ആൾക്കാരെ കണ്ണ് ഒട്ടിക്കാൻ വേണ്ടി പറ്റണം. അതാണ് ഇതിൻ്റെ പറയുന്ന ഉപയോഗം ഗൈസ്. 2 weeks later. ഗൈസ് വീഡിയോ എടുത്ത് വന്നപ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്നു ഗൈസ്. അങ്ങോട്ട് വീഡിയോ അവിടെ നിർത്തി. പിന്നെ കുറച്ച് പോയിന്റ് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വിച്ചൊക്കെ നല്ല ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. ഇത്രയുള്ള ഗൈസ് വീഡിയോ. ഇനി പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്തതിന് ചിലപ്പോൾ നമുക്ക് ഒരു പാർട്ട് 2 നടക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇപ്പോഴത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുവരെ എപ്പോഴും പറയുമ്പോൾ റൈഡ് സേഫ്, ബി ഹാപ്പി. ഓക്കെ ബൈ. One eternity later. അതിൻ്റെ ഹെഡ് കണക്ക് പ്രത്യേക സ്വിച്ച് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.